നമസ്കാരം. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് ഒന്ന് പഞ്ചാബിലാണ്. പഞ്ചാബിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അതല്ലെങ്കിൽ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആം ആദ്മി പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി തന്നെയായ ആം ആദ്മി പാർട്ടി 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽവാസവും രാജിയുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും ഇപ്പോഴും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് അതിശക്തമായ അടിത്തറ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ ലീഡ്. അവിടുത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു എങ്കിൽ പോലും വളരെ ആഴത്തിൽ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് വേറിട്ടുണ്ടാക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത്. എന്നാൽ ഉത്തർപ്രദേശിലാകട്ടെ, അവിടെ BJP ഇപ്പോഴും അതിശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 14ഓളം സീറ്റുകളിൽ ഇപ്പോഴും ശക്തമായ ലീഡ് നിലനിർത്താൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പശ്ചിമ ബംഗാളിൽ 6 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 6 സീറ്റിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ ലീഡ് നേടിയിട്ടുണ്ട് എന്നുള്ളത് മമതാ ബാനർജിയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീർപ്പാകാത്ത സാഹചര്യത്തിൽ ഇത് ഇന്ത്യ മുന്നണിയുടെ ക്രെഡിറ്റിൽ പോകുമോ എന്നുള്ള കാര്യമാണ് സംശയം. BJP വിരുദ്ധ ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ മമതാ ബാനർജിക്ക്, അവരുടെ പാർട്ടിക്ക് ഇത്രയും സീറ്റുകളിൽ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല. പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരുന്ന മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകളിലൊക്കെ തന്നെ വിജയിക്കാൻ കഴിഞ്ഞാൽ അവരുടെ വലിയൊരു രാഷ്ട്രീയ വിജയമായി അത് മാറുകയും ചെയ്യും. മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ അവർ തുടരുക തന്നെയാണെങ്കിൽ അവിടെ ഭാവിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോഴും വിലപേശാൻ തക്ക ശക്തി മമതയ്ക്ക് പകരുന്നത് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെയും വിജയം. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് രാജിവെച്ച കർഹാൽ നിയമസഭാ മണ്ഡലത്തിൽ അവരുടെ ബന്ധുവായ തേജ് പ്രതാപ് യാദവ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അത് മുലായം സിംഗ് യാദവിൻ്റെ ഒരു കുടുംബ സീറ്റ് എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം അനായാസമാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്.